ഹലോ വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. അപ്പോൾ നിങ്ങൾ പല ആളുകൾക്കും SSLC എക്സാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഡൗട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഏരിയാസിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വേണ്ടി വരുന്നു. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടൊക്കെയുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറെ ചില ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെൻസ് ഓഫ് ഹിയറിംഗ്. അതിൻ്റെ ആ ഒരു പാത്ത് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, അത് എങ്ങനെയാണെന്ന് ഫുള്ളായിട്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പോൾ അതിനാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് അല്ലേ. ഏത് വിഷയത്തിലും സെൻസ് ഓഫ് ഹിയറിംഗ് മാത്രമല്ല, ടേസ്റ്റ് ആണെങ്കിലും വിഷൻ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഫ്ലോ ചാർട്ട് ഉണ്ടാവും. ഫ്ലോ ചാർട്ട് നമ്മൾ നിർബന്ധമായിട്ടും വിഷൻ നിർബന്ധമായിട്ട് പഠിക്കണം, ഹിയറിംഗ് നിർബന്ധമായിട്ട് പഠിക്കണം, സ്മെല്ല് പഠിക്കണം, ടേസ്റ്റ് പഠിക്കണം, ഒക്കെ പഠിക്കണം കേട്ടോ. അതിൽ ഹിയറിങ്ങും വിഷനും വളരെ ഇമ്പോർട്ടൻ്റ് കൂടിയാണ്, കുറച്ചും കൂടി മാർക്ക് കൂടുതലായിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവം മനസ്സിലാക്കുന്നത് അല്ലേ, എന്താണ് നമ്മുടെ ഹിയറിങ്ങിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലേ, സൗണ്ട് വേവ്സ് പിന്നെ അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഇതെന്താ സംഭവം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിതാ ഇങ്ങനെ സൗണ്ട് വേവ്സ് ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ സംസാരിക്കുന്ന സൗണ്ട് നിങ്ങളുടെ മൊബൈലിലൂടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ അതിങ്ങനെ സ്പീക്കറിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്, സൗണ്ട് വേവ്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്, ഇതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് അറിയാനുള്ളത് അല്ലേ. അപ്പോൾ ആ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യും, നിങ്ങളുടെ അല്ലേ ഇയറിൻ്റെ ആ ഒരു അത് എന്ത് ചെയ്യും, അതിനെ കൊണ്ടുപോയി എവിടേക്ക് എത്തിക്കും, ഓഡിറ്ററി കനാലിലൂടെ ആ വേവ്സ് പോകും അല്ലേ, ഓഡിറ്ററി കനാലിലൂടെ പോകും. അപ്പോൾ ഏതെത്തി, ആദ്യം കഴിഞ്ഞു, പിന്നെ ഓഡിറ്ററി കനാൽ അല്ലേ, പിന്നെ ആ ഒരു ടണൽ പോലെയുള്ള ഒരു സാധനം, അതിലൂടെ കടന്നു പോകും. എന്നിട്ട് എവിടേക്കാണ് എത്തുക, നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്, ഇതൊന്നും അങ്ങനെ ഡൗട്ട് ചോദിക്കാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ് കാര്യം. അപ്പോൾ ആദ്യം എവിടേക്ക് എത്തുക, നമുക്കറിയാം ഇയർ ഡ്രം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലേ. ഇവിടെ ഈ ഓഡിറ്ററി കനാലിൻ്റെ ഏറ്റവും എൻഡിൽ ഇയർ ഡ്രം എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, ഇയർ ഡ്രം അല്ലേ. അപ്പം ഇയർ ഡ്രമ്മിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇയർ ഡ്രമ്മിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഡ്രം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ ടക്കടക്കടക്കടെ അടിക്കും അല്ലേ. അപ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, അങ്ങനെ അടിക്കുന്നത് പോലെ ഈ സൗണ്ടിൻ്റെ വേവ്സ് പോയിട്ട് അവിടെ പോയി അടിക്കും, അതാണ് സംഭവിക്കുക. ഓക്കെ, ഡ്രമ്മിലടിച്ചു. ഓക്കെ, നമ്മുടെ സൗണ്ടിൻ്റെ വേവ്സ് പോയിട്ട് ഡ്രമ്മിലടിച്ചു. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഔട്ടർ ഇയർ എന്ന് വിളിക്കുന്നത് അല്ലേ. ഔട്ടർ ഇയർ, എക്സ്റ്റേണൽ ഇയർ എന്ന് വിളിക്കുന്നത്. ഇനിയുള്ളത് ഏതാണ്, മിഡിൽ ഇയർ ആണ്. ഈ മിഡിൽ ഇയറിലുള്ളത് എന്താണെന്നറിയാം, മിഡിൽ ഇയറിലുള്ളത് 3 ബോൺസ് ആണ്. ഓക്കെ, 3 ബോൺസ്, അതിൻ്റെ ആ ബോൺസിൻ്റെ അതേ രൂപത്തിലൊന്നും ഞാൻ വരക്കുന്നില്ല, ഒരു 3 ബോൺസ് ആണ്. നമ്മൾ ബോഡിയിൽ തന്നെയുള്ള ഏറ്റവും ചെറിയ ബോൺസ് ആണിത്. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറയും, MIS, മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്. ഈ 3 ബോൺസ് ആണ് ഈ പറഞ്ഞ മിഡിൽ ഇയറിൽ പ്രധാനമായിട്ടുള്ളത്. ഈ മിഡിൽ ഇയറിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഹിയറിംഗ് മാത്രം കേട്ടോ പറയുന്നത്, അവിടെ യൂസ്റ്റേഷൻ ട്യൂബൊക്കെ ഉണ്ട്, അത് പ്രഷർ ബാലൻസിന് വേണ്ടി, അതൊക്കെ നിങ്ങൾ വേറെ പഠിക്കാം. പിന്നെ എന്താ ഈ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് വെച്ചാൽ ഇവരെ പിന്നെ ഒറ്റ വാക്കിൽ പറയുക ഇയർ ഓസിക്കിൾസ് എന്നാണ് കേട്ടോ, ഇയർ ഓസിക്കിൾസ്. ഓക്കെ, ഇയർ ഓസിക്കിൾസ് എന്താ ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വലിയൊരു പ്രസംഗം നടക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ സ്കൂളിലുള്ള അസംബ്ലിയോ അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെന്ന് വിചാരിക്കുക. ആ അസംബ്ലിയിൽ നിങ്ങളുടെ പ്രിൻസിപ്പൾ ഇങ്ങനെ സംസാരിക്കുന്നു, ഒരു 1000 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കാം. പ്രിൻസിപ്പൾ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കുമോ, ഇല്ല. അതിന് പകരം എന്ത് ചെയ്യും, പ്രിൻസിപ്പൾ ഒരു മൈക്ക് വെച്ച് സംസാരിക്കും. മൈക്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രിൻസിപ്പൾ സംസാരിക്കുന്ന സൗണ്ട് തന്നെ ആംപ്ലിഫൈ ചെയ്ത് കേൾക്കും അല്ലേ, കുറച്ചുകൂടി സൗണ്ടിൽ നിങ്ങൾ കേൾക്കും. അതിന് എന്താ ചെയ്യാറുള്ളത്, ആ മൈക്ക് നേരെ അങ്ങോട്ട് സൗണ്ട് വലുതാക്കി വിടുകയാണോ ചെയ്യുക, അല്ല, ആ മൈക്കിൻ്റെ വയർ പോയിട്ട് ഒരു ബ്ലാക്ക് ബോക്സിലേക്ക് എത്തുന്നത് കാണാൻ പറ്റും അല്ലേ, അതിൻ്റെ പേരാണ് ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയർ എന്താ സംഭവം, ആംപ്ലിഫൈ ചെയ്യുക അല്ലേ. ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വലുതാക്കുക. മനസ്സിലായോ, അത്രേ ചെയ്യുന്നുള്ളൂ. അതന്നെയാണ് ഇയാളും ചെയ്യുക. നമ്മളെ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വേവ്സ് അല്ലേ, അത് വെച്ചിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ആ സൗണ്ട് വേവ്സ് ഈ ഇയർ ഡ്രമ്മിൽ വന്നിട്ട് തട്ടിയില്ലേ, ചെറിയ വൈബ്രേഷൻ ഉണ്ടാക്കിയില്ലേ, ആ വൈബ്രേഷനെ ആംപ്ലിഫൈ ചെയ്യണം, അതിനെ വലുതാക്കണം. ആ വലുതാക്കുന്ന പണിയാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്, അതായത് ഇയർ ഓസിക്കിൾസ് ചെയ്യുക. മനസ്സിലായോ. അപ്പം ഒന്നുമില്ല, ഈ നമ്മുടെ സാധാരണ ആംപ്ലിഫയർ ചെയ്യേണ്ട, നമ്മൾ സംസാരിക്കുന്ന സൗണ്ടിനെ വലുതാക്കുക. അതേപോലെ നമ്മളിലേക്ക് എത്തുന്ന ഈ സൗണ്ട് വേവ്സിനെ ആംപ്ലിഫൈ ചെയ്യുക, അതിനെ വലുതാക്കുക എന്നുള്ള പണിയാണ് ആര് ചെയ്യുക, മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്, അതായത് ഇയർ ഡ്രംസ് ചെയ്യുക. മനസ്സിലായോ, അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഓൾറെഡി വളരെ ചെറിയ ആ ഒരു സൗണ്ട് വേവ്സിനെ കുറച്ചുകൂടി വലുതാക്കി തന്നു ആര്, നമ്മുടെ ആംപ്ലിഫയർ അല്ലേ, മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്. അതായത് ഈ 3 ബോൺസ് അതിലൂടെ കടന്നു പോയപ്പോൾ ഈ ഇയർ ഡ്രമ്മിൽ നിന്നുള്ള ആ വേവ്സ് കുറച്ചുകൂടി വലുതായി. എന്നിട്ട് ഓവൽ വിൻഡോ എന്ന് പറയുന്ന വിൻഡോയിലൂടെ പിന്നെ എന്ത് ചെയ്യും, അടുത്ത ഒരു
പിന്നെ സ്ഥലത്തേക്ക് എത്തും. അതിൽ നമ്മൾ ഹിയറിംഗ് മാത്രമേ പറയുന്നുള്ളതുകൊണ്ട് അടുത്ത ഒരു സ്നെയിൽ ലൈക്ക് അല്ലേ, സ്നെയിലിൻ്റെ ആ ഒരു ഔട്ടർ ഷെല്ല് പോലെയുള്ള ഒരു കോക്ലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ ഇതുവരെ ആകുമ്പോഴേക്ക് ഇത് മിഡിൽ ഇയർ ആണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് മിഡിൽ ഇയർ ആണ്. ഇനിയുള്ളത് ഇന്നർ ഇയറിലാണ്. ഈ ഇന്നർ ഇയറിൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഓവൽ വിൻഡോ വഴി കോക്ലിയ എന്ന് പറയുന്ന ഓർഗനിലേക്ക് എന്ത് ചെയ്യും, ഈ സൗണ്ട് വേവ്സ് എത്തും. ഈ കോക്ലിയയിൽ എന്താ ഉള്ളതെന്ന് അറിയാം, അതിനകത്തൊരു ഫ്ലൂയിഡാണ് ഉള്ളത്. ഓക്കെ, ആ ഫ്ലൂയിഡ് മാത്രമല്ല, അതിന് 3 ചേംബേഴ്സ് ഉണ്ട്. ഓക്കെ, ആ കോക്ലിയക്ക് 3 ചേംബേഴ്സ് ഉണ്ട്. ഇത് അപ്പർ ചേംബർ, ഇത് മിഡിൽ ചേംബർ, ഇത് ലോവർ ചേംബർ. ഓക്കെ, ഇതിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് കുറച്ചൊന്ന് നിങ്ങൾ എന്താ സംഭവം എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കോക്ലിയൻ്റെ അകത്തേക്ക് കയറിയാൽ 3 ചേംബർ ഉണ്ട്, 3 തട്ടുണ്ട്, അത്ര മനസ്സിലാക്കുക. ഓക്കെ, 3 തട്ടുണ്ട്. അതിൽ ഈ മിഡിൽ ചേംബറിൻ്റെയും ലോവർ ചേംബറിൻ്റെയും ഇടയിലുള്ള ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതൊരു മെംബ്രെയിനാണ്. ആ മെംബ്രെയിനെയാണ് നമ്മൾ ബേസിലാർ മെംബ്രെയിൻ എന്ന് വിളിക്കുക. ആ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ എന്തുണ്ട്, സെൻസറി ഹെയർ സെൽസ് ഉണ്ട്. അപ്പം എന്താ, മിഡിലിൻ്റെയും ലോവറിൻ്റെ ഇടയിലുള്ള ആ മെംബ്രെയിനിൽ സെൻസറി ഹെയർ സെൽസ് ഉണ്ട്. ആ മെംബ്രെയിനും ആ ബേസിലാർ മെംബ്രെയിനും സെൻസറി ഹെയർ സെൽസും കൂടിയിട്ടാണ് നമ്മുടെ ഹിയറിംഗ് പോസിബിൾ ആക്കുക. ഈ പറഞ്ഞ മൊത്തം കാര്യത്തിനെയാണ് നമ്മൾ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് വിളിക്കുക. മനസ്സിലായോ? ഈ 2-3 ടേംസേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്, നേരത്തെ ആംപ്ലിഫൈ ചെയ്ത ആ വേവ്സ് ഉണ്ടല്ലോ, സൗണ്ട് വേവ്സ്, അത് ഇവിടേക്ക് വന്നു, കോക്ലിയയിലേക്ക് വന്നു. കോക്ലിയയിൽ 3 തട്ടുണ്ട്. ആ 3 തട്ടിൽ ഇങ്ങനെ ഈ ഒരു ഫ്ലൂയിഡൊക്കെ കൊണ്ട് നിറച്ചിട്ടുള്ളത്. ആ ഫ്ലൂയിഡിലേക്ക് എന്തെങ്കിലും വേവ് വന്നാൽ എന്താ സംഭവിക്കുക, ഒന്നുമില്ല. നിങ്ങളൊരു റിവറിലേക്ക് അല്ലെങ്കിൽ പോണ്ടിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വേവ് ഇങ്ങനെ ഫോം ചെയ്യുന്ന കാണാൻ പറ്റില്ലേ. അതേപോലെ ഈ ഫ്ലൂയിഡിലേക്ക് ഇത് എത്തിപ്പെട്ടാൽ എന്ത് ചെയ്യും, ആ ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നത് ഇതുവഴി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യല്ലേ. ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സെൻസറി ഹെയർ സെൽസ് ഇങ്ങനെ ആടാൻ തുടങ്ങും. മനസ്സിലായോ? ആ സെൻസറി ഹെയർ സെൽസ് ഇങ്ങനെ ആടും. ആ ആടുമ്പോൾ എന്ത് സംഭവിക്കും, ചില ഇമ്പൾസ് ജനറേറ്റ് ആവും. ആ ഇമ്പൾസ് എന്ന് വെച്ചാൽ എത്രത്തോളാണോ ഇത് ആടുന്നത് എന്ന് വെച്ചാൽ സൗണ്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഇങ്ങനെ ആടും അല്ലേ. എന്ത് സൗണ്ടാണോ അതിനനുസരിച്ച് ഇങ്ങനെ ആടും. അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇനിവേ ആ സൗണ്ടിനനുസരിച്ച് ഇത് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, നെർവ് വഴി ബ്രെയിനിലേക്ക് പോകും. നെർവ് വഴി, ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലേക്ക് പോകും. എന്നിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ആ മൂവ് ചെയ്ത ആ ഒരു ഇമ്പൾസിനനുസരിച്ച്, മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇമ്പൾസിനനുസരിച്ച് നമുക്ക് എന്താണോ സൗണ്ട് അത് നമുക്ക് കേൾപ്പിച്ചു തരും. ഇപ്പം ഞാൻ പറഞ്ഞെന്താ, ഇത്രയും നേരം ഞാൻ പറഞ്ഞെന്താ, നമ്മൾ എങ്ങനെയാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം എനിവേ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഭാഗങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. കോക്ലിയ എത്തുമ്പോൾ 3 ചേംബർ ഉണ്ട്. അതിൻ്റെ 2ാമത്തെയും 3ാമത്തെയും ചേംബറിൻ്റെ ഇടയിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്, ബേസിലാർ മെംബ്രെയിൻ. അവിടെ സെൻസറി ഹെയർ സെൽസ് ഉണ്ട്. ഇതിങ്ങനെ സൗണ്ട് അങ്ങോട്ട് വന്നാൽ ആ ഫ്ലൂയിഡ് അങ്ങോട്ട് മൂവ് ചെയ്യും. അതിനനുസരിച്ച് സെൻസറി ഹെയർ സെൽസ് കിടന്ന് ഡാൻസ് കളിക്കും. അതിനനുസരിച്ച് ഇമ്പൾസ് ജനറേറ്റ് ആവും, നമ്മൾ കേൾക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈ ഭാഗം ഒന്നുകൂടി കേട്ടാൽ ക്ലിയർ ആവും. 2 പ്രാവശ്യം കേൾക്കുമ്പോഴേക്ക് ക്ലിയർ ആവാൻ മാത്രമേ ഉള്ളൂ. പരമാവധി സിമ്പിളാക്കി പറയാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാൻ പ്രയാസങ്ങളുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും കമൻറ്റിലൂടെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.